ഇന്നത്തെ വീഡിയോ എൻ്റെ സബ്സ്ക്രൈബർ നിർദ്ദേശിച്ച പ്രകാരമുള്ള വീഡിയോ ആണ്. അത് ഡെന്റൽ ഫ്ലോസ് ആണ്. ഡെന്റൽ ഫ്ലോസ് എങ്ങനെ ഉപയോഗിക്കാം, ഈ ഡെന്റൽ ഫ്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്. നമ്മൾക്കറിയാം, ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും നമ്മുടെ വായിൽ അഴുക്കുകൾ ഉണ്ടാവും. അതെങ്ങനെയാ ഡോക്ടറെ ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും വായിൽ അഴുക്കുകൾ ഉണ്ടാവുന്നത്? അതെ, അഴുക്കുകൾ ഉണ്ടാവും. ബ്രഷ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കാണുന്ന ഭാഗത്ത് മാത്രമാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ രണ്ട് പല്ലുകൾക്ക് ഇടയിലുള്ള ഇന്റർ ഡെന്റൽ ആയിട്ടുള്ള സ്പേസിലും ഫുഡ് കയറി ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഈ രണ്ട് പല്ലിന്റെ ഇടയിലുള്ള ഈ ഫുഡുകൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെന്റൽ ഫ്ലോസിംഗ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ട് പല്ലിന്റെ ഇടയിലുള്ള ഫുഡ് നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. കൂടാതെ ഇത് കേടുവരുന്നതിനും മോണരോഗം തടയുന്നതിനും സഹായിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ ഇനി നമ്മൾക്ക് ഡെന്റൽ ഫ്ലോസ് എങ്ങനെ നമ്മുടെ പല്ലിൽ ചെയ്യാം എന്നുള്ള വീഡിയോയിലോട്ട് പോകുന്നതാണ്. ആദ്യം തന്നെ ഫ്ലോസ് ആ ത്രെഡ് 45 സെൻറ്റിമീറ്റർ, അതായത് 18 ഇഞ്ച് ആകുന്ന സമയത്ത് നമ്മൾ അത് മുറിച്ചെടുക്കുക. ഫ്ലോസ് രണ്ട് ചൂണ്ടുവിരലുകളിലും ചുറ്റുക. ചൂണ്ടുവിരലുകളുടെ നടുക്ക് ഒരു 5 സെൻറ്റിമീറ്റർ അളവിൽ വിടേണ്ടതുണ്ട്. ഇനി ഇത് പല്ലിൻ്റെ ഇടയിൽ എത്തിക്കുക. ചെറിയ മുന്നിലോട്ടും ബാക്കിലോട്ടും വെച്ചാണ് നമ്മൾ പല്ലിലോട്ട് എത്തിക്കേണ്ടത്. ഒരിക്കലും അമർത്തി ത്രെഡ് കയറ്റാതിരിക്കുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണ മുറിയുന്നതാണ്. ഇതിന് ശേഷം നമ്മൾ ഒരു പല്ലിൻ്റെ സൈഡിലോട്ട് സി ഷേപ്പ് രീതിയിൽ ത്രെഡ് പിടിക്കേണ്ടതാണ്. എന്നിട്ട് അത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സി ഷേപ്പിൽ നമ്മൾ അഴുക്ക് എടുക്കേണ്ടതാണ്. ഇതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള പല്ലും നമ്മൾ സി ഷേപ്പിൽ ത്രെഡ് പിടിക്കേണ്ടതാണ്. എന്നിട്ട് അവിടെ നിന്നും നമ്മൾ അഴുക്ക് നീക്കം ചെയ്യേണ്ടതാണ്. ഇനി ഈ അഴുക്ക് നമ്മുടെ ഈ ത്രെഡിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇത് ഈ അഴുക്കുള്ള ഭാഗം ഒരു വിരലിലോട്ട് ആക്കുകയും അടുത്ത വിരലിൽ നിന്ന് അടുത്ത ഭാഗം റിലീസ് ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ ഓരോ പല്ലിൻ്റെയും വിടവിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ബാക്കിലത്തെ പല്ലിലും നമ്മൾ ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമ്മൾക്ക് ചിലവർക്ക് ഇങ്ങനെ ഈ കയ്യിലൊക്കെ ചുറ്റുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് പുതിയ ഒരു രീതിയിലുള്ള ഡെന്റൽ ഫ്ലോസ് വന്നിട്ടുണ്ട്. അതാണ് ഹാൻഡിൽഡ് ഡെന്റൽ ഫ്ലോസ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡിൽ ഉണ്ടാവും. ഇതിൻ്റെ നമ്മൾ കയ്യിലൊന്നും ഈ ത്രെഡ് ചുറ്റേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഓൾറെഡി എന്തുണ്ടാവും, ആ ഒരു ത്രെഡ് വന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഈ പല്ല് മറ്റേതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് താഴോട്ട് ഇറക്കുന്നു. സി ഷേപ്പിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നു. അതേപോലെ ഇപ്പുറത്തെ പല്ലും നമ്മൾ എടുത്തിട്ട് ഇതും നമ്മൾ സി ഷേപ്പിലോട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. ഇതാകെ ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് മറ്റേതാണെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ചുറ്റി ഇങ്ങനെ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കി നമ്മളിങ്ങനെ ഓരോ പല്ല് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഹാൻഡിലായിട്ടുള്ള എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് നമുക്കിങ്ങനെ ചെയ്ത് പോകാവുന്നതാണ്. ഇനി ഇതും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പോഴത്തെ പുതിയ ടൈപ്പായിട്ടുള്ള ഒന്ന് വന്നിട്ടുണ്ട്, വാട്ടർ ഫ്ലോസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. വാട്ടർ ഫ്ലോസർ എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ. അതൊക്കെ ഇത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾ മുന്നത്തെ വീഡിയോ നോക്കേണ്ടതാണ്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡെന്റൽ ഫ്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഡെന്റൽ ഫ്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഏരിയാസ് മാത്രമല്ല ക്ലീൻ ചെയ്യുന്നത്. ഇനി രണ്ട് പല്ലിന്റെ ഇടയിലുള്ള അഴുക്കുകളാണ് നമ്മൾ ഈ ഫ്ലോസ് വഴി എടുത്തു കളയുന്നത്. ഇപ്പൊ നമ്മൾ അതിന്റെ മെത്തേഡ് പഠിച്ചു, അതിന്റെ ഡിഫറെന്റ് ടൈപ്സും പഠിച്ചു. ഇനി അടുത്തൊരു ഒരു അപ്ലയൻസ് ആണ് ഇന്റർഡെന്റൽ ബ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു ചെറിയ സോഫ്റ്റ് ആയിട്ട് നേരെ നാരുകൾ ഉള്ളതാണ് ഈ ഇന്റർഡെന്റൽ ബ്രഷ്. ഇതും നമ്മൾക്ക് എന്താണ് പല ഷേപ്പിലും പല സൈസിലും നമുക്ക് ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പല്ലിന് നിങ്ങളുടെ വായ്ക്കനുസരിച്ച് നിങ്ങളുടെ പല്ലിന് ഏതാണ് വേണ്ടത് അത് അവർ സെലക്ട് ചെയ്ത് തരുന്നതാണ്. താങ്ക് യു.